വാട്ട് ആ ഈറ്റിനിടെ അപ്പൊ എന്റെ സോമവാർ വ്രതത്തിൽ ഞാൻ എന്തൊക്കെയാണ് കഴിക്കണത്. അപ്പൊ ഞാൻ രാവിലെ തന്നെ അമ്പലത്തിൽ പോയി വന്നിട്ടുണ്ട്. വന്ന ഉടനെ തന്നെ ഇവിടെ അത്യാവശ്യം പഴം ഒരുപ്പുണ്ടായിരുന്നു. ഒന്നാണ് ഞാൻ നിങ്ങളെ കാണിക്കണത്, പക്ഷെ ഞാൻ രണ്ടെണ്ണം കഴിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ വിളക്കടിച്ചപ്പോൾ പ്രസാദമായിട്ട് ഞാൻ ഇവിടെ സീതാഫലം വെച്ചിരുന്നത്. സീതാഫലം നിങ്ങൾ എന്താ പറയുക, ഇതിന് കസ്റ്റർഡ് ആപ്പിളും കൂടെ പറയുമല്ലേ. ഇതിനോട് ഞാൻ ഭയങ്കര ഒബ്സസ്ഡ് ആണ്. ഈയുടെ നല്ല ടേസ്റ്റ് ആണ്. പിന്നെ ഞാൻ ഇവിടെ കരിക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് ഉരുട്ടിയാൽ നിങ്ങളെ വീഴ്ത്തി. കരിക്കിന് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള തോക്കും എൻ്റെ കയ്യിലുണ്ട്. അത് വെച്ചിട്ട് ഞാൻ യെസ്, കരിക്ക് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. കുറച്ച് ടേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അവിഞ്ഞ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ കുടിച്ച് തീർക്കേണ്ടി വന്നു. മമ്മി വന്നപ്പോൾ നല്ല ടേസ്റ്റ് ആണെന്നും കൂടെ കാണിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ മമ്മീനെ വെച്ചേക്കൂല. കരിക്കൊള്ള കുടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള അതിനകത്തുള്ള കരിക്കിന്റെ അവകാശി മമ്മിയാണ്. തുറന്നു നോക്കിയിട്ട് അതിനകത്ത് ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. പക്ഷെ മറന്നിട്ടില്ല ഗൈസ്, നിങ്ങൾക്ക് ഉണ്ടാക്കി ഒബ്സഷൻ കാണുന്നുണ്ടോ. വീണ്ടും ഞാൻ കുറച്ചു നേരം കഴിയപ്പോൾ സീതാഫൽ കഴിച്ചു. എന്നിട്ട് ഇവിടെ ഉച്ചയ്ക്ക് ഞാനിവിടെ എക്സോട്ടിക് ഫ്രൂട്ട്സ്, സംഭവം വേറെ ഒന്നുമില്ല, ഈ എല്ലാം ഫ്രൂട്ട്സും കുറേ ദിവസമായിട്ട് ഫ്രിഡ്ജിൽ കിടന്ന് മരയിക്കേണ്ടിരുന്നത്. അപ്പം മമ്മി വാണിംഗ് തന്നിട്ടുണ്ടായിരുന്നു ഇന്ന് എങ്ങനെയെങ്കിലും ഇതിനെ തീർക്കണം എന്നുള്ളത്. അപ്പം എല്ലാം കൂടെ ഞാൻ അങ്ങോട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അവൾ കാണുന്നുണ്ടോ നിങ്ങൾ? യെസ്, ഇവിടെ നവരാത്രിക്ക് സൊസൈറ്റിയിൽ എല്ലാവർക്കും കിട്ടിയതായിരുന്നു കേട്ടോ. അപ്പം എല്ലാം കൂടെ മിക്സ് ആക്കിയപ്പോഴേ ഒരുമാതിരി തുണിയുടെ നിറം വേറെ തുണിമ പിടിക്കില്ല, അതുപോലെ ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ നിറം വേറെയുമ പിടിച്ചിട്ട. പപ്പയും പിന്നെ നമ്മുടെ പേരയ്ക്കും പറയണ്ട, ബാക്കി പിയറും ഡ്രാഗൺ ഫ്രൂട്ടും നല്ലതായിരുന്നു. വൈകുന്നേരം ഇവിടെ ഞാൻ ഓരോരോ ഡ്രൈ നട്ടും ഡ്രൈ ഫ്രൂട്ടൊക്കെ തിന്നാൻ കേട്ടോ. അതിനകത്ത് ബദാമും പിന്നെ വെളുത്ത മുന്തിരി ഇല്ലേ, ഉണക്ക മുന്തിരി, അതും കൂടെ മിക്സ് ആക്കി തിന്നാൽ നല്ല ടേസ്റ്റ് ആട്ടോ. ഇന്ന് എൻ്റെ വ്രതത്തിൻ്റെ കൂടെ ദിവാളിയല്ലേ, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ദിവാളി. അപ്പോൾ ഞാൻ വാതിൽ അപ്പുറമായിട്ട് രംഗോലി വരച്ച് എൻ്റെ ടഫായിട്ടുള്ള ഈ രംഗോലി ഡിസൈൻ കണ്ട് ആരും കണ്ണ് കടിക്കരുത്. രണ്ട് സൈഡിലും മമ്മി വിളക്കരിച്ച്. എന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിലെ ലക്ഷ്മിയോട് ആദ്യം വീട്ടിലേക്ക് കയറാൻ പറയാം. എന്നിട്ട് ഞാൻ ഓടിച്ചെന്ന് ബാൽക്കണിയിലേക്ക് ഈ ഒരു ദിയ കത്തിക്കാൻ, യെസ് ഇലക്ട്രിക് ദിയ കത്തിക്കാൻ. എല്ലാ തവണ നമ്മൾ എണ്ണ ഇട്ടാണ് ഈ ദിയ കത്തിക്കാറ്, പക്ഷെ ഇത്തവണ എന്തോ ഒരു പുതുക്കി ആ ഇലക്ട്രിക് ദിയ കത്തിക്കണം. എനിക്ക് അതിനെക്കാട്ടും ഇഷ്ടം എണ്ണ ഇട്ട് ദിയ കത്തിക്കണത് തന്നെയാണ്. അതിൻ്റെ അപ്പോൾ കുറെ ഫെയറി ലൈറ്റ്സ് കിട്ടി, ഒരു ഹാർട്ട് ഷേപ്പ് ആണെങ്കിൽ ഒരുമാതിരി വാലന്റൈൻ ഫീൽ തന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ നല്ലോണം തിളങ്ങി. വൈകുന്നേരം വിളക്ക് കത്തിച്ചതിനൊക്കെ ശേഷമില്ലേ ഇവിടെ ഞാൻ എന്തെങ്കിലും അന്നം കഴിച്ചാണ് വ്രതം പൊട്ടിക്കണം. അപ്പോൾ ചോറിൻ്റെ ഒപ്പം മമ്മി ഇവിടെ എൻ്റെ ഫേവറേറ്റ് ചേമ്പ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം നമ്മളിവിടെ സാഗോ സാബുദാന ചൗവരി എന്ന് പറയുന്നു തോന്നണം കേട്ടോ. അതിനെ നമ്മളിവിടെ പപ്പടം ഉണ്ടായിരുന്നു, അതിനങ്ങോട്ട് വറുത്തെടുത്തിട്ടുണ്ട്. കുറച്ചങ്ങോട്ട് ഉപ്പ് തൂവിയാൽ നല്ല ടേസ്റ്റാണ്. ഇതാണ് എൻ്റെ ഡിന്നർ പ്ലേറ്റ്. ഈ ചേമ്പ് വെച്ച് നമുക്ക് ഉദ്ഘാടനം ചെയ്യാം. ചേമ്പ് നിങ്ങൾക്ക് ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്പെഷ്യലി കറിയിലിട്ട് കഴിഞ്ഞാൽ പിന്നെ പറയണ്ടെന്ന്, എല്ലാവരും ചോറും കൂടെ ഉണ്ടോ. ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ട് ഈ ഒരു സാബുദാന പപ്പടം കഴിച്ചു നോക്കട്ടെ, പിന്നെ നിങ്ങൾ എന്നും വേണമെന്ന് പറയും. എന്നും പറഞ്ഞ് എന്നും കഴിക്കാൻ പോകരുത്. ദിവാളി സ്പെഷ്യലായിട്ട് ഡെസേർട്ട് വേണമെന്ന് പറഞ്ഞാൽ ബഹളം വെച്ച് മമ്മി എന്നെ നോക്കി കണ്ണ് പിടിച്ചെങ്കിൽ പോലെ മമ്മി എന്നോടുള്ള സ്നേഹം കാരണം എനിക്ക് സൂചിക്ക ഹൽവ ഉണ്ടാക്കി തരാൻ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഞാൻ നല്ലോണം കോരി കഴിച്ചു. അപ്പം ശരി, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.